الله أكبر الله أكبر. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നെത്തിയ ഹാജിമാർ ഇന്ന് അറഫയിൽ സംഗമിക്കും. ലോകത്തിന്റെ ഏറ്റവും വലിയ മാനവ സംഗമമാണ് അറഫ സംഗമം. ലിംഗവർണ്ണ വേഷഭാഷാദി വിവേചനങ്ങളെ തീർത്തും അപ്രസക്തമാക്കുന്ന അറഫ സംഗമമാണ് ഹജ്ജിന്റെ പ്രധാന കർമ്മം. അറഫയിൽ ലോകമെമ്പാടുമുള്ള 200 കോടിയിലേറെ വരുന്ന മുസ്ലിങ്ങളുടെ വിദൂര പ്രാതിനിധ്യമായി 20 ലക്ഷം വിശ്വാസികൾ ആത്മീയതയുടെ അപാരമായ ആഴീമുഖം തീർക്കും. لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك. പരിശുദ്ധ ഹജ്ജിന്റെ ഏറ്റവും സുപ്രധാന കർമ്മമായ അറഫ സംഗമത്തിൽ പങ്കെടുക്കാനായി ഹാജിമാർ വെളുത്ത അലകടലായി ചരിത്രം സ്പന്ദിക്കുന്ന അറഫയിലേക്ക് ഒഴുകിത്തുടങ്ങി. അറഫയാണ് ഹജ്ജ് എന്ന പവിത്രപദം സാർത്ഥകമാക്കിയാവും ഓരോ തീർത്ഥാടകനും അറഫയിൽ ഭക്തിയാദരവോടെ അണിചേരുക. സ്ഫുടം ചെയ്ത ഹൃദയവുമായി അനുഗ്രഹങ്ങളുടെ കേദാരമായ പുണ്യഭൂമിയിൽ പ്രാർത്ഥനയിൽ കഴിഞ്ഞുകൂടിയിരുന്ന വിശ്വാസലക്ഷങ്ങൾ അറഫ സമ്മേളനത്തിനായി മിനായിലെ ടെന്റുകളിൽ നിന്നും അറഫയിലേക്കുള്ള ഒഴുക്കിലാണിപ്പോൾ. ഇഹ്റാമിന്റെ വെളുത്ത തുണിക്കഷ്ണങ്ങളിൽ ഹാജിമാർ ലോകത്തെ എല്ലാ അനീതികൾക്കുമെതിരെ പ്രതീകാത്മക പ്രതിഷേധം തീർക്കും. ഹജ്ജിന്റെ ഈ സുപ്രധാന ചടങ്ങിൽ പങ്കാളികളാകുന്നതിനു വേണ്ടി അറഫ മൈതാനിയിൽ എത്തിച്ചേരുന്നതിനായി ഇന്നലെ രാത്രി മുതൽ തമ്പുകളുടെ നഗരിയായ മിനായിൽ നിന്ന് ഹാജിമാർ പുറപ്പെട്ടു തുടങ്ങിയിരുന്നു. ഹജ്ജിന്റെ തുടക്കമായ ഇന്നലെ പുലർച്ചെയോടെ ഇന്ത്യൻ തീർത്ഥാടകർ മിനായിൽ എത്തിച്ചേർന്നിരുന്നു. ഇവിടെ പ്രാർത്ഥനയിൽ മുഴുകി അറഫ സംഗമത്തിനു വേണ്ടി ഒരുങ്ങിയ തീർത്ഥാടകർ രാത്രിയോടെ അറഫ ലക്ഷ്യമാക്കി പ്രയാണം ആരംഭിച്ചു. പുണ്യനഗരികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മഷായിർ ട്രെയിൻ സർവീസും അറഫയിലേക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ തീർത്ഥാടകർ സുബ്ഹിയോടെ തന്നെ അറഫയിലെത്തും വിധമാണ് യാത്ര സജ്ജീകരിച്ചിരിക്കുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബി വിടവാങ്ങൽ പ്രസംഗം നടത്തിയ ജബലുർ റഹ്മയിൽ ഇരിപ്പിടം കണ്ടെത്താനുള്ള തിരക്കിലാണ് ഹാജിമാർ. നേരത്തെ തന്നെ അറഫയിലെത്തിയ മലയാളികളടക്കമുള്ള ഇന്ത്യൻ ഹാജിമാർ മസ്ജിദുൻ നെമിറയിലും കാരുണ്യമലയായ ജബലുർ റഹ്മയിലും ഇടം പിടിച്ചു. ഇന്ന് ഉച്ചയോടെ ആരംഭിക്കുന്ന അറഫ സംഗമത്തിൽ സൂര്യാസ്തമാനം വരെ തീർത്ഥാടകർ ഇവിടെ പ്രാർത്ഥന നിർഭരരാകും. ചെയ്തുപോയ പാപങ്ങളിൽ പശ്ചാത്താപ വിവശരായി കണ്ണീരൊഴുക്കി നാഥനോട് കേഴും. പാരത്രിക ജീവിതത്തിൽ മോക്ഷം ലഭിക്കുന്നതിനായി ഒഴുകുന്ന കണ്ണുകളുമായി അള്ളാഹുവിലേക്ക് അലിഞ്ഞു ചേർന്ന് ദൈവത്തോട് മാപ്പപേക്ഷിക്കും. പ്രവാചകന്റെ അറഫ പ്രഭാഷണത്തെ അനുസ്മരിച്ച് അറഫയിലെ ചരിത്രപ്രസിദ്ധമായ മസ്ജിദുൻ നെമിറയിൽ ഹറം ഇമാമും ഖത്തീബുമായ ഷെയ്ഖ് ഡോക്ടർ മാഹിർ അൽ മുഅയ്ഖലി അറഫ പ്രഭാഷണം നിർവഹിക്കും. ഹാജിമാർ ളുഹറും അസറും ഒരുമിച്ച് നിസ്കരിച്ച് രാത്രിയാകുന്നതോടെ ഹജ്ജിന്റെ അടുത്ത ഘട്ടമായ മുസ്തലിഫയിലേക്ക് രാപ്പാർക്കാനായി നീങ്ങും. അവിടെ വെച്ചാണ് ഹാജിമാർ മഗ്രിബ് ഇഷ നിസ്കാരങ്ങൾ നിർവഹിക്കുക. മുസ്ദലിഫയിൽ വിശ്രമിക്കുന്ന ഹാജിമാർ നാളെ ജംറയിൽ എറിയുന്നതിനുള്ള കല്ലുകൾ ശേഖരിക്കും. തുടർന്ന് നാളെ രാവിലെ തന്നെ മിനായിൽ തിരിച്ചെത്തി ജംറയിൽ ആദ്യ ദിവസത്തെ കല്ലേറ് കർമ്മത്തിലും ബലികർമ്മത്തിലും പങ്കെടുക്കും. 3 ദിവസങ്ങളിലായി നടക്കുന്ന കല്ലേറ് കർമ്മം പൂർത്തിയാകുന്നതോടെ ഹജ്ജിന്റെ പ്രധാന ചടങ്ങുകൾക്ക് പരിസമാപ്തിയാകും.